ഇന്നൊരു നല്ല കൂളിംഗ് ആയിട്ടുള്ള ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റും ലെമണും വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു പ്രിസർവേറ്റീവും കൂടാതെ നമുക്ക് വീട്ടിലുണ്ടാക്കി സ്റ്റോർ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 kg ക്യാരറ്റാണ്. അതിന് 1/2 kg ലെമൺ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മാത്രമേ ഞാൻ ഷുഗർ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷുഗറിൻ്റെ അളവ് കൂട്ടാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിൽ 1 kg ക്യാരറ്റിൻ്റെ തോല് കളഞ്ഞ് നന്നായിട്ട് വേവിച്ചിട്ട് അതിനെ മിക്സി ജാറിലിട്ട് നല്ലോണം അടിച്ച് പൾപ്പായി എടുക്കുക. ഇത് സ്ട്രെയിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് അതിൽ കാര്യമായിട്ടൊന്നും എല്ലാം നന്നായി അരഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് പഞ്ചസാര 250 ഗ്രാം പഞ്ചസാര ഒരു 1.5 കപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായി അലിയിച്ച് തിളപ്പിക്കുക. കുറുകി 1 ത്രെഡ് 2 ത്രെഡ് അങ്ങനെ കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, തിക്ക് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, നന്നായിട്ട് ബോയിലായാൽ മതി. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ക്യാരറ്റ് പൾപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇത് നന്നായി തണിയാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രം ഈ ലെമൺ ജ്യൂസ് നമ്മളിതിൽ ആഡ് ചെയ്യുക. തണുക്കുന്നതിന് മുമ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിറ്റർ ടേസ്റ്റ് വരും, കയ്പ്പ് വരും, പിന്നെ അത് ഭയങ്കര കഴിക്കാൻ നല്ല ഉണ്ടാവില്ല. സോ അത് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കുക. നല്ല വട്ടമുള്ള പാത്രത്തിൽ വേണം വെക്കാൻ, ബിക്കോസ് ഇതൊരു ലിക്വിഡ് ഫോമിലല്ല, ഒരു പൾപ്പി മോഡലിലാണ്, ടെക്സ്ചറിലാണ് ഉണ്ടാവുന്നത്. സോ നമുക്കെപ്പോൾ വേണമെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, ക്യാരറ്റിൻ്റെ ടേസ്റ്റ് രുചി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊന്നും ഇത് ക്യാരറ്റാണെന്ന് മനസ്സിലാവുക പോലുമില്ല, ബിക്കോസ് ഇതിൽ ലെമണിൻ്റെതും നല്ലൊരു ഫ്ലേവർ കൂടി വരുന്നത് കൊണ്ട്. സോ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ കളറും ലെമൺ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലാത്ത നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച്.